ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. 94 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ബൂത്തിലെത്തുക. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും പ്രവർത്തിക്കുന്നത് കുടുംബത്തിനും വോട്ട് ബാങ്കുകൾക്കും വേണ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി കോൺഗ്രസ് ഹിന്ദു മുസ്ലിം ഭിന്നിപ്പുണ്ടാക്കുന്നുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആരോപിച്ചു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, മൂന്നാം ഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. കൂടുതൽ സംസ്ഥാനങ്ങൾ ഇനി വോട്ടിംഗിലേക്ക് കടക്കുകയാണ്. അപ്പോഴും പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രിയും കോൺഗ്രസിനെതിരായി വീണ്ടും വിദ്വേഷ പ്രസംഗം നടത്തുകയാണ്. എന്താണ് വിവരങ്ങൾ? പ്രവിധ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് അതിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. 10 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഏതാണ്ട് 94 മണ്ഡലങ്ങളിലാണ് ഈ മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. 1351 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മണ്ഡലമായ ഗാന്ധിനഗർ, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ, ശിവരാജ് സിംഗ് ചൗഹാൻ, സുപ്രിയ സുലെ, ഡിംപിൾ യാദവ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടി പ്രമുഖരും ഈ മൂന്നാം ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. എന്തായാലും അതിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ ഇന്നും ഉന്നയിക്കുകയുണ്ടായി. ഇന്ന് യുപിയിലെ ഇറ്റാവയിൽ സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനുമെതിരായ വിമർശനമാണ് ഉന്നയിച്ചത്. അതായത് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കോൺഗ്രസും സമാജ്വാദിയും പ്രവർത്തിക്കുന്നത്. അവരുടെ മാത്രം വോട്ട് ബാങ്കുകൾക്കായി പ്രവർത്തിക്കുന്നു. ചിലർ മെയിൻപുരി, കനൌജ്, ഇറ്റാവ എന്നിവ തങ്ങളുടെ പൈതൃകമായി കാണുമ്പോൾ മറ്റു ചിലർ അമേഠി, റായ്ബറേലി പൈതൃകമായി കാണുന്നു. എന്നാൽ തന്റെ പൈതൃകം പാവപ്പെട്ടവരുടെ വീടുകളാണെന്നുള്ള ഒരു പ്രതികരണമാണ് മോദി നടത്തിയിരിക്കുന്നത്. എന്തായാലും അങ്ങനെ അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടി ചൂടേറുകയാണ്. എന്തായാലും മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് മറ്റന്നാളാണ് നടക്കുന്നത്. ശരി, കോൺഗ്രസിനെതിരെ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി മുൻപ് ഉന്നയിച്ച ആരോപണമാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് ആരോപിക്കുന്നത്. വിവരങ്ങളാണ് അച്യുതൻ ഡൽഹിയിൽ നിന്നും നൽകിയത്.